10 മിനിറ്റ് കൊണ്ടാണ് എൻ്റെ ജീവിതം മാറിയത്. നിങ്ങളുടെയും മാറും. എങ്ങനെയാണെന്നല്ലേ? നമുക്ക് വീഡിയോ കാണാം. എനിക്ക് +1 പഠിക്കുന്ന സമയത്താണ് ചെറിയ കാഴ്ചക്കുറവ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ സമയം മുതൽ ഞാൻ കണ്ണട യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു വ്ളോഗിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് കണ്ണട യൂസ് ചെയ്യാൻ മടിയായി തുടങ്ങി. അപ്പോൾ കോൺടാക്ട് ലെൻസ് യൂസ് ചെയ്യാൻ തുടങ്ങി. പക്ഷേ എൻ്റെ സ്വഭാവത്തിലൊരു നെഗറ്റീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് കെയർലെസ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ എപ്പോഴും കണ്ണ് റബ്ബ് ചെയ്യുന്ന സമയത്തൊക്കെ ആ ലെൻസ് ഊരി വരുമായിരുന്നു. പിന്നീട് ഞാൻ ലെൻസും വെക്കാതായി. ചിലപ്പോഴെങ്ങാനും തോന്നിയാൽ മാത്രം കണ്ണട വെക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു മടി എൻ്റെ ക്യാരക്ടറിലെ ഒരു നെഗറ്റീവാണ്. അപ്പോൾ ഇത് എങ്ങനെ മാറ്റാം? അതായത് ഇപ്പോൾ കാഴ്ചക്കുറവിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു, കണ്ണട വെക്കാൻ വയ്യ, ഈ ഒക്കെ കാരണത്താൽ ഞങ്ങൾ റിലാക്സ്മൈൽ എന്നൊരു പ്രൊസീജിയർ ചെയ്യാമെന്ന് വെച്ചു. ആ ഒരു പ്രൊസീജിയറിനെ പറ്റി 6 വർഷം മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ സിസ്റ്ററിന് വളരെ വളരെ കുറവ് കാഴ്ചശക്തി ഉള്ളായിരുന്നു. അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ റിലാക്സ്മൈലിനെ പറ്റി പഠിച്ചതും അങ്ങനെ ലോട്ടസ് ഐ ഹോസ്പിറ്റൽ, കൊച്ചി കടവന്തരയിലെ ലോട്ടസ് ഐ ഹോസ്പിറ്റൽ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകുന്നതും അവിടെ കണ്ണിന് റിലാക്സ്മൈൽ എന്ന പ്രൊസീജിയർ എടുക്കുകയും ഇപ്പോൾ 6 വർഷമൊക്കെ കഴിഞ്ഞു. ഇപ്പോഴും പൂർണ്ണമായ കാഴ്ചശക്തിയിൽ അവൾ മുന്നോട്ട് പോകുന്നുണ്ട്. നമ്മൾ പലരും കണ്ണട വെക്കാൻ മടിയുള്ളവരാണ്, പക്ഷേ കാഴ്ചശക്തി കുറവുമാണ്. ഇങ്ങനെയുള്ളവർക്ക് നല്ലൊരു മാർഗ്ഗമാണ് ഈ റിലാക്സ്മൈൽ എന്ന് പറയുന്നത്. വേദനയില്ല, റെസ്റ്റ് വേണ്ട, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണ്ട. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഈ ട്രാവൽ ആയതുകൊണ്ട് നമുക്ക് സമയക്കുറവുണ്ട്, അത് കാരണം റെസ്റ്റ് എടുക്കാൻ ടൈമില്ല, പിന്നെ പെയിൻ എനിക്ക് പേടിയുള്ള കാര്യമാണ്. അങ്ങനെ ഈ വേദനയും വേണ്ട റെസ്റ്റും വേണ്ട സെലക്ട് ചെയ്യുന്നത് റിലാക്സ്മൈൽ തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ കൊച്ചി കടവന്തരയിലുള്ള ലോട്ടസ് ഐ ഹോസ്പിറ്റലിൽ പോയി. ഈ ഒരു ഹോസ്പിറ്റൽ തിരഞ്ഞെടുക്കാൻ ഒരു കാരണം ഈ റിലാക്സ്മൈൽ പോലെയുള്ള ടെക്നോളജി ആദ്യമായിട്ട് കേരളത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത് ഈ ഹോസ്പിറ്റലാണ്. അങ്ങനെ നമ്മൾ അവിടെ പോയതിനു ശേഷം അവിടെ ആദ്യം നമ്മൾ അപ്പോയിൻമെൻറ്റ് എടുത്ത് ഡോക്ടറിനെ കണ്ടതിന് ശേഷം ഡോക്ടർ പറഞ്ഞു സ്കാൻ ചെയ്യാൻ നമ്മളൊരു ദിവസം പോകണം എന്നാണ്. അങ്ങനെ ഞാൻ സ്കാനിങ്ങിന് പോകുന്നതാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്നത്. സ്കാനിങ്ങിന് പോയ സമയത്ത് ഒരുപാട് ടെസ്റ്റുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു. ആ ടെസ്റ്റുകളെല്ലാം കണ്ടതിന് ശേഷം എനിക്ക് റിലാക്സ്മൈൽ ചെയ്യാൻ ഞാൻ ഓക്കെ ആണെന്ന് പറഞ്ഞു. കാരണം ഈ സ്കാനൊക്കെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിന് വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ റിലാക്സ്മൈൽ ചെയ്യാൻ കഴിയില്ല. അപ്പം നമ്മുടെ കണ്ണിന് ഒരു പ്രശ്നവും ഇല്ല, റിലാക്സ്മൈൽ ഓക്കെ ആണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർ നമ്മളെ അടുത്തൊരു ടൈം തരും ഈ പ്രൊസീജിയർ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ ഈ പോകുന്നത് റിലാക്സ്മൈൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 10 മിനിറ്റ് കൊണ്ട് ഒരു കാര്യം ഞങ്ങൾ മെഷീനാണ് ചെയ്തത്. ഡോക്ടറിൻ്റെ അടുത്തിരുന്നത് മാത്രമേ ഞാൻ കണ്ടുള്ളൂ. പെട്ടെന്ന് 10 മിനിറ്റ് കൊണ്ട് ഡോക്ടർ പറഞ്ഞു ജിൻഷ പ്രൊസീജിയറൊക്കെ കഴിഞ്ഞു. ഞാൻ അന്തം വിട്ടുപോയി. ഈ മെഷീന് താഴെ ഞാൻ കിടന്നതേ ഉള്ളൂ. അതിനുശേഷം കണ്ണിൻ്റെ ഭാഗത്തോട്ട് കുറച്ച് വെളിച്ചം വീഴുന്നത് പോലെ ഫീൽ ചെയ്തു. അത് മാത്രമായിരുന്നു ചെയ്തത്. അത് കഴിഞ്ഞ് 10 മിനിറ്റിന് ശേഷം ഡോക്ടർ പറഞ്ഞു വീട്ടിൽ പൊക്കോളാം. ഞാൻ അന്തം വിട്ടു. അതായത് ആ 10 മിനിറ്റ് കൊണ്ട് റിലാക്സ്മൈൽ എന്ന് പറഞ്ഞ പ്രൊസീജിയർ കഴിഞ്ഞു. എനിക്ക് പൂർണ്ണമായിട്ടുള്ള കാഴ്ചശക്തി കിട്ടി. ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കണ്ണിൽ കോൺടാക്ട് ലെൻസ് യൂസ് ചെയ്യുന്നില്ല. ഇപ്പോൾ കണ്ണട യൂസ് ചെയ്യേണ്ട. അങ്ങനെ ഒരു വലിയ പ്രശ്നത്തിന് എനിക്ക് പരിഹാരമുണ്ടായി. അപ്പോൾ നിങ്ങൾക്ക് പോകണം എന്ന് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ, റിലാക്സ്മൈൽ എന്ന പ്രൊസീജിയർ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിലാക്സ്മൈൽ എന്നുള്ള പ്രൊസീജിയർ ചെയ്യാം. നിങ്ങളുടെ കാഴ്ചശക്തി കുറവാണെന്നുണ്ടെങ്കിൽ പല തരത്തിലുള്ള ലേസർ ട്രീറ്റ്മെൻറ്റ് അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളെ ഡോക്ടർ കണ്ടതിന് ശേഷം ഏതാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളത് ഡോക്ടർ നിങ്ങളോട് പറഞ്ഞു തരും. അതിനുശേഷം നിങ്ങൾക്ക് അത് ചൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പെയിൻ കുറച്ച് പ്രശ്നമാണ്, അത് വേണ്ടാന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾക്ക് റെസ്റ്റേ വേണ്ട, പോയി 10 മിനിറ്റ് കൊണ്ട് ചെയ്യാം, പിറ്റേ ദിവസം തൊട്ട് നമുക്ക് ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്യാം, ഒരു പ്രശ്നവുമില്ല. അപ്പോൾ എന്ത് ആക്ടിവിറ്റിയും ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ റിലാക്സ്മൈൽ ചൂസ് ചെയ്തത്. എനിക്ക് റെസ്റ്റിന് ടൈം ഇല്ലാത്തതുകൊണ്ട്. എൻ്റെ കണ്ണിന് ഈ പ്രൊസീജിയർ ചെയ്തത് നവംബർ 1-നാണ്. അപ്പോൾ എൻ്റെ കണ്ണിൻ്റെ പൂർണ്ണമായ കാഴ്ചശക്തി തിരിച്ചു കിട്ടുകയും ചെയ്തു. ഞാൻ ചെയ്ത് എനിക്ക് റിസൾട്ട് ഉണ്ടായതിനു ശേഷം മാത്രം നിങ്ങളെ അറിയിക്കാമെന്ന് വെച്ചു. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണിന് കാഴ്ചക്കുറവുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. കണ്ണിന് പൂർണ്ണമായിട്ടുള്ള കാഴ്ചശക്തി തിരികെ കിട്ടുന്നതാണ്. താങ്ക് യു സോ മച്ച്.